ചാപ്റ്റർ 8 ബൈനോമിയൽ തിയറം. ഓക്കെ, നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 8 ബൈനോമിയൽ തിയറം. വളരെ ചെറിയ ചാപ്റ്ററാണ്. 1-2 ക്ലാസ് കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റുന്ന വളരെ ഈസി ആയ ചാപ്റ്ററാണ്. എല്ലാവർക്കും ഈ ചാപ്റ്ററിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. വളരെ ഈസി ആയ ഒരു ചാപ്റ്ററാണ്. ഓക്കെ, ഇതിലൊരു ഫോക്കസ് ഏരിയ മാത്രമേ ഉള്ളൂ. അത് ഈ ഫസ്റ്റ് പാർട്ടാണ്. ഇപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്ന 8.2 ബൈനോമിയൽ തിയറം ഫോർ പോസിറ്റീവ് ഇൻറ്റഗ്രൽ ഇൻഡീസസ്. ഓക്കെ, ബൈനോമിയൽ തിയറം ഫോർ പോസിറ്റീവ് ഇൻറ്റഗ്രൽ ഇൻഡീസസ് 8.2 ഇതാണ് ഫോക്കസ് ഏരിയ ഉള്ളത്. ഈ ഫസ്റ്റ് പാർട്ടാണ് ഫോക്കസ് ഏരിയയിൽ വരുന്നത്. സെക്കൻഡ് പാർട്ടിൻ്റെ 1-2 പ്രോബ്ലംസും കൂടി നമ്മൾ ചെയ്യണം. അതും കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഫോക്കസ് ഏരിയ എന്ന് മാത്രമല്ല, ഫോക്കസ് ഏരിയത്തെ അല്ലാതെയും എക്സാമിന് ചോദ്യങ്ങൾ വരും. അപ്പോൾ നമ്മൾ മറ്റു ഭാഗം കുറച്ച് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഹെഡിങ് എഴുതിക്കോളൂ, ബൈനോമിയൽ തിയറം ഫോർ പോസിറ്റീവ് ഇൻറ്റഗ്രൽ ഇൻഡീസസ്. An algebraic expression which consists two terms with sum or differences. For example, consider a minus b or a plus b, 2x plus y, etc. are known as binomial. Okay, binomial means two terms connected with plus or minus. Okay, any two terms, 2x plus 3y or 5x minus 9, 5x plus 90, etc. are known as binomial. Now monomial means monomial. What do you mean by monomial? Only single term, 2x or 5x or x, etc. are known as monomial. Now trinomial. Trinomial means there are 3 terms, x plus 3y plus 2z. It's a trinomial. If there are more than 3 terms, we say it as a polynomial. Polynomial. An algebraic expression which consists more than 3 terms is known as polynomial. Here we consider only binomial. Okay, നമ്മുടെ തിയറം എന്തായിരിക്കുന്നത്? ബൈനോമിയൽ തിയറമാണ്. ബൈനോമിയൽ തിയറം എന്ന് പറയുമ്പോൾ ഇതുപോലെ ഇരിക്കുന്ന ടേംസുമായിട്ട് ബന്ധപ്പെട്ട തിയറമാണ്. എ പ്ലസ് ബി അല്ലെങ്കിൽ എ മൈനസ് ബി, എക്സ് പ്ലസ് വൈ, എക്സ് മൈനസ് വൈ, ഇതുപോലെ ഇരിക്കുന്ന ടേംസുമായിട്ട് ബന്ധപ്പെട്ട ഒരു തിയറമാണ് ബൈനോമിയൽ തിയറം. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യേണ്ട മെത്തഡ് പഠിച്ചിട്ടുണ്ട്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇസ് എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി. ഞാനിത് എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. അതായത് എ ഇൻറ്റു എ, എ ഇൻറ്റു ബി. എ ഇൻറ്റു എ ഇസ് എ സ്ക്വയർ, എ ഇൻറ്റു ബി ഇസ് എ ബി. Then b into a, b into a is ba, or we can write it as ab. Multiplication is commutative. ba is equal to ab. So write it as ab. Then b into b is b square. So this is equal to a square. ab plus ab is 2ab. Same term ആണ്. ab രണ്ട് പ്രാവശ്യം വരുന്നുണ്ട്. So 2ab plus b square. ഇതാണ് a plus b whole square. a plus b whole square is a square plus 2ab plus b square. പഠിച്ചു വെച്ചേക്കണേ. നേരത്തെ പഠിച്ചതാണ്, നിങ്ങൾ മറന്നിട്ടുണ്ടാകും. അപ്പോൾ ഒന്നും കൂടി പഠിച്ചു വെച്ചേക്കണം. a plus b whole square is a square plus 2ab plus b square. Now consider a plus b whole cube. a plus b whole cube. a plus b whole cube is a plus b into a plus b whole square. Okay, a plus b whole cube. ഈ 3നെ 1 plus 2 ആയിട്ട് എഴുതാം. So a plus b whole cube is a plus b raised to 1 into a plus b raised to 2. So this is equal to a plus b. Now a plus b whole square is a square plus 2ab plus b square. ഇതാണ് a plus b whole square. ഇനി നമ്മളിത് എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. ഈ ഫസ്റ്റ് ടേം എടുത്തിട്ട് ഈ 3 ടേംസിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. a into a square is a cube, a into 2ab is 2a square b, a into b square is ab square. ഫസ്റ്റ് ടേം എടുത്തു, ഫസ്റ്റ് ടേം എ എടുത്തു, ഈ 3 എണ്ണത്തിനെയും മൾട്ടിപ്ലൈ ചെയ്തു. സെക്കൻഡ് ടേം ബി എടുക്കണം, ഈ 3 എണ്ണത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. ബി ഇൻറ്റു ഫസ്റ്റ് ടേം ബി ഇൻറ്റു എ സ്ക്വയർ. നമ്മൾ എഴുതുമ്പോൾ എ സ്ക്വയർ ബി എന്ന് എഴുതും. എനെ ആദ്യം എഴുതും. ബി ഇൻറ്റു 2ab, ദാറ്റ് ഇസ് 2ab സ്ക്വയർ. ബി ഇൻറ്റു ബി സ്ക്വയർ ഇസ് ബി ക്യൂബ്. സോ ദിസ് ഇസ് ഈക്വൽ ടു എ ക്യൂബ് പ്ലസ്, ഇവിടെ നോക്കിയേ, എ സ്ക്വയർ ബി എന്ന് പറഞ്ഞാൽ 2 ടേംസ് ഉണ്ട്. ഇവിടെ 2a സ്ക്വയർ ബി ഉണ്ട്, ഇവിടെ 1a സ്ക്വയർ ബി. എ സ്ക്വയർ ബി എന്ന് പറയുമ്പോൾ അത് 1a സ്ക്വയർ ബി ആണ്. 2a സ്ക്വയർ ബി പ്ലസ് 1a സ്ക്വയർ ബി. 2 plus 1 is 3. So we have 3a square b.
അടുത്ത ടേം എ ബി സ്ക്വയർ 2ab സ്ക്വയർ. ഇവിടെ ഒരു എ ബി സ്ക്വയർ ഉണ്ട്, ഇവിടെ 2 എ ബി സ്ക്വയർ ഉണ്ട്. ടോട്ടൽ 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ്. ഇതാണ് എ പ്ലസ് ബി ഹോൾ ക്യൂബിൻ്റെ എക്സ്പാൻഷൻ. എ പ്ലസ് ബി ഹോൾ ക്യൂബ് ഈക്വൽ ടു ഇപ്പം തന്നെ പഠിച്ച് വെച്ചേക്കണം. എ പ്ലസ് ബി ഹോൾ ക്യൂബ് ഇസ് എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ്. അടുത്തത് എ പ്ലസ് ബി ഹോൾ റൈസ് ടു 4. a plus b whole raised to 4 is a plus b into a plus b whole raised to 3. Okay, a plus b whole raised to 4 is a plus b whole raised to 1 into a plus b whole raised to 3. Now this is equal to a plus b. Now a plus b whole raised to 3 is തൊട്ട് മുന്നേ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് a cube plus 3a square b plus 3ab square plus b cube. So this is equal to, now a into a cube is a raised to 4, a into 3a square b is 3a cube b, a into 3ab square is 3a square b square, a into b cube is ab cube. a എടുത്തു, ഈ 4 ടേംസിനെയും മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമ്മൾ ഈ b എടുക്കും, ഈ 4 ടേംസിനെയും മൾട്ടിപ്ലൈ ചെയ്യും. b into a cube, that is a cube b. b into 3a square b is 3a square b square. b into b, b square ആയിട്ട് വരും. പ്ലസ് 3ab square into b is, ഇവിടെ എഴുതാൻ പോവാന്നേ, 3ab square into b ആണ്. that is 3ab cube ആണ്. b into b square b cube ആയിട്ട് വരും. ഇനി ലാസ്റ്റ് ടേം b into b cube ആണ്. അതെന്തായിട്ട് വരും? b raised to 4 ആയിട്ട് വരും. So we have a plus b whole raised to 4 is equal to, terms വരുന്ന ശ്രദ്ധിച്ചോളൂ, a raised to 4 ആണ് ഫസ്റ്റ് ടേം, a raised to 4. ഇനി ഈ a ക്യൂബ് b എന്ന് പറഞ്ഞ ടേംസ്, ഓക്കെ, a ക്യൂബ് b ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു a ക്യൂബ് b ഉണ്ട്, 3a ക്യൂബ് b പ്ലസ് 1a ക്യൂബ് b. ടോട്ടൽ എത്ര a ക്യൂബ് b വരും? 3 പ്ലസ് 1 4a ക്യൂബ് b, a ക്യൂബ് b, 4a ക്യൂബ് b. പിന്നെ ഇവിടെ 3a സ്ക്വയർ b സ്ക്വയർ ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു 3a സ്ക്വയർ b സ്ക്വയർ. സിമിലർ ടേംസ് കമ്പൈൻ ചെയ്യണം. a സ്ക്വയർ b സ്ക്വയർ, a സ്ക്വയർ b സ്ക്വയർ, ഇവിടെ 3, ഇവിടെയും 3. ടോട്ടൽ 6a സ്ക്വയർ b സ്ക്വയർ എന്ന് പറഞ്ഞ ടേം കിട്ടി. ഇനി എ ബി ക്യൂബ് എന്ന് പറഞ്ഞ ടേം ഉണ്ട്. ഇവിടെ 1ab ക്യൂബാണ്, ഇവിടെ 3ab ക്യൂബാണ്. 3ab ക്യൂബ്, ടോട്ടൽ 4ab cube plus b raised to 4. a plus b whole raised to 4 is a raised to 4 plus 4a cube b plus 6a square b square plus 4ab cube plus b raised to 4. പഠിച്ചോ? എല്ലാവരും പഠിച്ചോ? ഞാൻ ഇപ്പോൾ ചോദിക്കാം, നിങ്ങൾ പറയണേ, ആൻസർ പറയണേ. ആദ്യത്തത് a plus b. ഓക്കെ, രണ്ടാമത്തത് a പ്ലസ് ബി ഹോൾ സ്ക്വയർ. ആൻസർ പറഞ്ഞോളൂ, അറിയുന്നവർ പറഞ്ഞേ. a പ്ലസ് ബി ഹോൾ സ്ക്വയർ, അടുത്തത് a പ്ലസ് ബി ഹോൾ ക്യൂബ് ആണ്. a ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി plus 3ab square plus b cube. അടുത്തത് a പ്ലസ് ബി ഹോൾ റൈസ് ടു 4, a റൈസ് ടു 4 പ്ലസ് 4a പ്ലസ് 6a ക്യൂബ് ബി സ്ക്വയർ പ്ലസ് 4ab ക്യൂബ് പ്ലസ് b റൈസ് ടു 4, b റൈസ് ടു 4. എനിക്കിനി അടുത്ത ലൈനും കൂടി എഴുതണം. ഓക്കെ, അടുത്ത ലൈനും കൂടി എഴുതണം. എങ്ങനെ എഴുതും? നേരത്തെ ചെയ്ത പോലെ ഒന്നും ചെയ്യാതെ എളുപ്പത്തിൽ എനിക്ക് അടുത്ത ലൈൻ എഴുതണം. എങ്ങനെ എഴുതും? ഞാൻ അതിന് ചെയ്യുന്നത്, ഇവിടുത്തെ കോയിഫിഷ്യൻസ് എങ്ങനെയുണ്ട്, കോയിഫിഷ്യൻസ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. a പ്ലസ് ബി ഹോൾ സ്ക്വയറിൽ വരുന്ന കോയിഫിഷ്യൻസ് കോൺസ്റ്റൻസ് ആണ്. ഈ വേരിയബിളിൻ്റെ എയും ബി എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ, എ ബി എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ തൊട്ടിപ്പുറത്ത് വരുന്ന കോൺസ്റ്റൻറ്റ്, കോയിഫിഷ്യൻ്റ് ഓഫ് എ സ്ക്വയർ ഇസ് 1, 1 ഇൻറ്റു എ സ്ക്വയർ ആണിത്. കോയിഫിഷ്യൻ്റ് ഇസ് 1, സോ 1. അടുത്ത ടേമിൽ 2ab ഉണ്ട്, അവിടെ വരുന്ന കോയിഫിഷ്യൻ്റ് 2 ആണ്. 2 ബി സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് 1 ആണ്. ഇനി എ പ്ലസ് ബി ഹോൾ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന കോൺസ്റ്റൻസ് 1, 3, 3, 1. ആ കോൺസ്റ്റൻസ് മാത്രം എടുക്കുവാണ് ഞാനിപ്പോൾ. 1, 3, 3, 1 ആണ്. അടുത്ത ലൈനിൽ വരുന്ന കോയിഫിഷ്യൻസ് ഏതൊക്കെയാണ്? 1,
4 6 4 1 1 4 6 4 1. അടുത്ത ലൈന് എങ്ങനെ എഴുതാം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആൻസർ കിട്ടുന്നുണ്ടോ നോക്കിയേ. അടുത്ത ലൈനിൽ വരുന്ന ടേംസ് നോക്കി. ഇവിടെ ഒരു റിലേഷൻ ഉണ്ട്. ഈ 4 കിട്ടുന്നത് എനിക്ക് ഈ 4 കിട്ടുന്നത് തൊട്ട് മുന്നേ ഇരിക്കുന്ന റോവിലെ ഈ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്താൽ എനിക്ക് 4 കിട്ടും. 1 + 3 is 4. ഈ 6 കിട്ടാൻ എന്ത് ചെയ്യണം? അതിൻ്റെ തൊട്ട് മുന്നേ ഇരിക്കുന്ന റോവിൻ്റെ ഈ രണ്ട് ടേംസ് ആഡ് ചെയ്യണം. 3 + 3 6. ഈ 4 കിട്ടുന്നത് ഇവിടെ ഇരിക്കുന്ന ഈ 4 കിട്ടുന്നത് ഈ 3ഉം 1ഉം ആഡ് ചെയ്യുമ്പോഴാണ്. 3 + 1 is 4. ആദ്യം അവസാനം 1 എഴുതണം. ബാക്കി നടുക്ക് വരുന്ന നമ്പേഴ്സിനെ തൊട്ട് മുന്നത്തെ റോയിലെ രണ്ട് എലമെന്റ്സ് ആഡ് ചെയ്തുകൊണ്ട് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ അടുത്ത റോ എനിക്ക് ഡയറക്റ്റ് എഴുതാം. 1 ആദ്യം അവസാനം 1. അടുത്ത നമ്പർ കിട്ടുന്നത് 1 + 4 ചെയ്യണം. 5 എന്ന് കിട്ടി. പിന്നെ വരുന്ന നമ്പർ 4 + 6 10. പിന്നെ 6 + 4 10. 4 + 1 5. അവസാനം 1. ഇതാണ് നെക്സ്റ്റ് വരുന്ന റോ. ഓക്കെ, ഈ റോയിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി, ഇതിൻ്റെ മുകളിലത്തെ കുറച്ച് ഭാഗങ്ങളും കൂടി ഞാനിപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ആദ്യത്തെ ടേം ഇവിടെ a + b ഉണ്ടല്ലോ. a + b ഹോൾ റൈസ് ടു 1 is a + b. അവിടെ കോയിഫിഷ്യൻസ് വരുന്നത് 1 1 ആണ്. എയുടെ കോയിഫിഷ്യൻറ്റ് 1, ബിയുടെ കോയിഫിഷ്യൻറ്റ് 1. പിന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ a + b ഹോൾ റൈസ് ടു 0 എന്ന് എഴുതാം. അത് 1 ആണ്. എനി നമ്പർ റൈസ് ടു 0 is 1. a + b ഹോൾ റൈസ് ടു 0 is 1. അപ്പോൾ ഇവിടെ എനിക്ക് 1 കൂടി എഴുതാം. ഓക്കെ, ഇപ്പോൾ എനിക്കിവിടെ 1 കൂടി എഴുതാം. നോക്കി, 1 1 1 1 2 1 1 3 3 1 1 4 6 4 1 1 5 10 10 5 1. ഇതിനൊരു ഷേപ്പ് ഉണ്ട്. ഈ എഴുതിയ നമ്പേഴ്സിനൊക്കെ ഒരു ഷേപ്പ് ഉണ്ട്. അത് ഏത് ഷേപ്പിലാണ് എഴുതിയിരിക്കുന്നത് നോക്കിയോളൂ. ഏത് ഷേപ്പിലാണ് എഴുതിയിരിക്കുന്നത്? ഇപ്പോൾ ട്രയാങ്കിൾ ആണ്. ഒരു ട്രയാങ്കുലർ ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഈ ട്രയാങ്കിളിന് ഒരു പേരുണ്ട്. അതറിയാവോ? ഈ ട്രയാങ്കിളിന്റെ പേരെന്താണെന്നറിയാവോ? പാസ്കൽസ് ട്രയാങ്കിൾ. Pascal's triangle. This triangle is known as Pascal's triangle. ഓക്കെ, ഈ പാസ്കൽസ് ട്രയാങ്കിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് റോ എലമെന്റ്സ് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് റോയിൽ വരുന്ന എലമെന്റ്സ് നോക്കി, ആദ്യം 1, അവസാനം 1. ഇനി ഈ നമ്പേഴ്സ് ആഡ് ചെയ്യണം. 1 + 5 6, 5 + 10 15, 10 + 10 20, 10 + 5 15, 5 + 1 6, അവസാനം 1 എഴുതണം. ഈ 1 6 15 20 15 6 1 എന്ന് കിട്ടിയില്ലേ? അതെന്താ സംഭവം? അത് a + b ഹോൾ റൈസ് ടു 6 വരുന്ന കോയിഫിഷ്യൻസ് ആണ്. a + b ഹോൾ റൈസ് ടു 6 വരുന്ന കോയിഫിഷ്യൻസ് കണ്ടുപിടിക്കേണ്ട എളുപ്പ വഴിയാണ് ഇത്. a + b ഹോൾ റൈസ് ടു 6 എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്ന കോയിഫിഷ്യൻസ് 1 6 15 20 15 6 1 ആണ്. a + b ഹോൾ റൈസ് ടു 5 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ a + b ഹോൾ റൈസ് ടു 5 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വരുന്ന കോയിഫിഷ്യൻസ് 1 5 10 10 5 1. a + b ഹോൾ റൈസ് ടു 4 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വന്ന കോയിഫിഷ്യൻ്റ് ആണ് 1 4 6 4 1. a + b ഹോൾ റൈസ് ടു 3 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വരുന്ന കോയിഫിഷ്യൻസ് 1 3 3 1. ബാക്കി നമുക്കറിയാം അല്ലേ? a + b ഹോൾ സ്ക്വയർ ഒക്കെ നമ്മൾ പണ്ടേ പഠിച്ചതാണ്. നമ്മളിപ്പോൾ പുതിയതായിട്ട് ചിലപ്പോൾ a + b ഹോൾ റൈസ് ടു 4 മുതൽ ഇങ്ങോട്ടാണ് പഠിക്കുന്നത്. a + b ഹോൾ ക്യൂബ് നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. a + b ഹോൾ റൈസ് ടു 4 ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അതാണ് നമ്മൾ ഇന്ന് മുതൽ ഇങ്ങോട്ടേക്ക് പഠിക്കുന്നത്. അപ്പോൾ ഈ കോയിഫിഷ്യൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ഒരു വഴിയാണ് പാസ്കൽസ് ട്രയാങ്കിൾ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ കോയിഫിഷ്യൻസ് കിട്ടും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കണേ. a + b ഹോൾ റൈസ് ടു 4 കാണുന്ന സമയത്ത് a + b ഹോൾ റൈസ് ടു 4 കാണുന്ന സമയത്ത് എയുടെ പവർ എന്ന് പറയുമ്പോൾ ഈ മുകളിൽ എഴുതുന്നത് എക്സ്പോണൻറ്റ് ഇത് a⁴ ആണ്. ആദ്യത്തെ ടേമിൽ a⁴, രണ്ടാമത്തെ ടേമിൽ a³, മൂന്നാമത്തെ ടേമിൽ a², നാലാമത്തെ ടേമിൽ a, അഞ്ചാമത്തെ ടേമിൽ a ഇല്ല എന്ന് പറയുന്നതിന് പകരം നമ്മൾക്ക് എന്ത് പറയാം? a⁴ എന്ന് പറയാം. a⁴, a�3, a�2, a�1, a⁴. a ഇല്ല എന്ന് വെച്ചാൽ a⁴ ആണ്. അവിടെ 1 ആണത്. a⁴ അവിടെ 1 ആണ്. ഓക്കെ, 1 ആണിരിക്കുന്നത്. അതിനെ നമുക്ക് a⁴ ആയിട്ട് എടുക്കാം. ഇപ്പൊ നോക്കിയേ, പവർ എന്താവുന്നുണ്ട്? എയുടെ പവർ എന്താവുന്നുണ്ട്? ഡിക്രീസ് ആവുന്നുണ്ട്. 1 വെച്ച് ഡിക്രീസ് ആവുന്നുണ്ട്. ഒരു യൂണിറ്റ് വെച്ചിട്ട്
ഡിക്രീസ് ആയിക്കൊണ്ട് പോകുന്നുണ്ട്. എയുടെ പവർ 1 വെച്ച് ഡിക്രീസ് ചെയ്തുകൊണ്ട് പോവുകയാണ്. a⁴, a⁴, a സ്ക്വയർ, a⁴, a⁴. ഇനി ബിയുടെ പവർ നോക്കിയേ. ആദ്യത്തെ ടേമിൽ ബി ഇല്ല എന്ന് പറയുന്നതിന് പകരം നമുക്ക് എങ്ങനെ പറയാം? b⁻⁴. സെക്കൻഡ് ടേമിൽ b⁻⁴, b⁻². തേർഡ് ടേമിൽ b⁻². ഫോർത്ത് ടേമിൽ b⁻3. ദെൻ ഫിഫ്ത്ത് ടേമിൽ b⁻4 ആണ്. ബിയുടെ പവർ 1 വെച്ച് കൂടിക്കൊണ്ട് പോവാണ്. 0, 1, 2, 3, 4 ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഇത് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ കോയിഫിഷ്യൻസും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് a+b⁻6 എക്സ്പാൻഡ് ചെയ്യാം, a+b⁻7 എക്സ്പാൻഡ് ചെയ്യാം, എക്സെട്ര എക്സ്പാൻഡ് ചെയ്യാം അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ a+b⁻5 എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ 4 വരെ നേരത്തെ ചെയ്തു. ഇനിയിപ്പോൾ ഞാനിപ്പോൾ a+b⁻5 എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ a+b⁻5 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പാസ്കൽസ് ട്രയാങ്കിൾ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ട്രയാങ്കിൾ നമ്മൾ ആദ്യം എഴുതണം. 1, 1, 1, 1, 2, 1, 1, 3, 3, 1, 1, 4, 6, 4, 1, 1, 5, 10, 10, 5, 1 അവിടം വരെ എഴുതണം. a+b⁻5 ആണ് എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നത്. ഈ ട്രയാങ്കിൾ 5 വരെയുള്ള ട്രയാങ്കിൾ നമ്മൾ എഴുതിയിരിക്കണം. വളരെ ഈസിയാണ്. തൊട്ട് മുന്നത്തെ റോയിൻ്റെ രണ്ട് എണ്ണം വെച്ചിട്ട് ആഡ് ചെയ്താൽ മതി. 1 + 4 5, 4 + 6 10, 6 + 4 10, 4 + 1 5, ലാസ്റ്റ് 1. ഇതാണ് കോയിഫിഷ്യൻസ്. ഇനി ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ഫസ്റ്റ് കോയിഫിഷ്യൻ്റ് 1 ആണ്. അത് പ്രത്യേകിച്ചിട്ട് എഴുതണമെന്നൊന്നുമില്ല. എയുടെ പവർ 5 വരണം. പിന്നെ വരുന്ന ടേമിൽ എയുടെ പവർ എന്ത് വരും? 4 വരും, a³ വരും, a² വരും, പിന്നെ a വരും. ലാസ്റ്റ് വരുന്ന ടേമിൽ a ഇല്ല. ഇവിടെ a വരും, ലാസ്റ്റ് വരുന്ന ടേമിൽ a ഇല്ലാത്ത ടേം. ഇതാണ് a⁻യുടെ പവർ പോകുന്നത്. a⁵, a⁴, a⁵, a² a അങ്ങനെ പോകും. ഇനി കോയിഫിഷ്യൻസ് വരുന്നത് 1 പിന്നെ 5 ആണ്. ഇവിടെ 5 എഴുതണം, അടുത്ത ടേമിൽ 10 എഴുതണം, പിന്നത്തെ ടേമിൽ 10 എഴുതണം, പിന്നത്തെ ടേമിൽ 5 എഴുതണം, അവസാനം 1 അത് എഴുതുന്നില്ല. പിന്നെ ആദ്യത്തെ ടേമിൽ b⁻0, ഇവിടെ b വരും, ഇവിടെ b² വരും, b³ വരും, b⁻4 വരും, b⁻5 വരും. ഇതാണ് a+b⁻5. ഒന്നും കൂടി പറയാം. എനിക്കിപ്പോൾ a+b⁻6ൻ്റെ എക്സ്പാൻഷൻ വേണം. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണേ. a+b⁻6ൻ്റെ എക്സ്പാൻഷൻ വേണം. അപ്പോൾ ഞാൻ ആദ്യം കോയിഫിഷ്യൻസ് കണ്ടുപിടിക്കും. കോയിഫിഷ്യൻസ് കണ്ടുപിടിക്കാൻ ഞാൻ പാസ്കൽസ് ട്രയാങ്കിളാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ 2 മെത്തേഡ് ഉണ്ട്. രണ്ടാമത്തെ മെത്തേഡ് നമ്മളിപ്പോൾ പഠിക്കും. ഇപ്പോൾ തൽക്കാലം നമ്മൾ പാസ്കൽസ് ട്രയാങ്കിൾ ഉപയോഗിക്കാം. പാസ്കൽസ് ട്രയാങ്കിൾ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യണം. 1 5 10 10 5 1 1 6 15 20 15 6 1. അപ്പോൾ എനിക്ക് ഈ റോ ആണ് ആവശ്യം. a+b⁻6 വരുമ്പോൾ വരുന്ന കോയിഫിഷ്യൻസ് ആണ് 1 6 15 20 15 6 1. ഓക്കെ, അപ്പോൾ ഞാൻ കോയിഫിഷ്യൻസ് വേണമെങ്കിൽ ആദ്യം എഴുതി വെക്കാം. ആദ്യത്തേതിൽ 1 ആണ്, അത് എഴുതേണ്ട ആവശ്യമില്ല. 15 വന്നു, പിന്നെ 20 വന്നു, പിന്നെ 15 വരും, പിന്നീട് 6 വരും, ലാസ്റ്റ് ഒരു ടേമും കൂടിയുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് കോയിഫിഷ്യൻസ് വരുന്നത്. 1 6 15 20 15 6 ലാസ്റ്റ് 1. ഓക്കെ, ഇനി ആദ്യത്തെ ടേമിൽ a⁻6 വരും. ഓക്കെ, മാക്സിമം പവർ അവിടെ വന്നു, a⁻6. രണ്ടാമത്തെ ടേമിൽ a⁵5 വന്നു, പിന്നെ a⁴ വരും, a⁵3 വരും, a⁵2 വരും, a വരും, ലാസ്റ്റ് a⁻0 വരും. അത് എഴുതേണ്ട a⁻0 എഴുതേണ്ട ആവശ്യമില്ല, അത് 1 ആണ്. ഇനി ആദ്യത്തെ ടേമിൽ b⁻0, ഇവിടെ b വന്നു, ഇവിടെ b² വന്നു, ഇവിടെ b³ വന്നു, ഇവിടെ b⁻4, b⁻5, b⁻6. വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. കോയിഫിഷ്യൻസ് പാസ്കൽസ് ട്രയാങ്കിൾ വെച്ചിട്ട് കണ്ടുപിടിക്കണം. പിന്നെ പവർ, എയുടെ പവർ 1 വെച്ച് കുറഞ്ഞുകൊണ്ട് പോകും, ബിയുടെ പവർ 1 വെച്ച് കൂടിക്കൊണ്ട് പോകും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നോക്കിയേ, a+b⁻²ൽ a+b⁻²ൻ്റെ എക്സ്പാൻഷൻ a² + 2ab + b². ഇവിടെ ഈ ഇൻഡെക്സ് 2 ആണ്. ഇവിടുത്തെ ഈ പവർ ഇൻഡെക്സ് 2 ആണ്. വാട്ട് ഈസ് നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് a+b⁻²? ഇവിടെ എത്ര ടേംസ് ഉണ്ട്? 3 ടേംസ് ഉണ്ട്.
എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ അകത്ത് 3 ടേംസാണ് വരുന്നത്. ഇനി n 3 ആകുന്ന സമയത്ത് എ പ്ലസ് ബി ഹോൾ ക്യൂബിൽ എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി റൈസ് ടു 3 4 ടേംസ് ഉണ്ട്. 4 ടേംസ് ഉണ്ട്. ഇവിടെ നോക്കി n 6 ആകുമ്പോൾ എത്ര ടേംസ് വന്നു നോക്കി. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ഫിഫ്ത്ത് ടേം, സിക്സ്ത് ടേം, സെവൻത്ത് ടേം. അപ്പോൾ എത്ര ടോട്ടൽ ടേംസ് ഉണ്ട്? 7 ടേംസ് ഉണ്ട്. 7 ടേംസ് ഉണ്ട്. അപ്പോൾ n 6 ആകുന്ന സമയത്ത് പവർ 6 വരുമ്പോൾ 7 ടേംസ് വരും. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്ത് ടേം ആണ് ഇത് ബി റൈസ് ടു 6. അപ്പോൾ ഇവിടെ ടോട്ടൽ 7 ടേംസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ജനറൽ ആയിട്ട് പറയാ വെച്ചാൽ എ പ്ലസ് ബി ഹോൾ റൈസ് ടു n ആണെങ്കിൽ, ഓക്കെ, എ പ്ലസ് ബി ഹോൾ റൈസ് ടു n പവർ n ആണെങ്കിൽ അതിൻ്റെ എക്സ്പാൻഷൻ്റെ അകത്ത് എത്ര ടേംസ് ഉണ്ടാകും? 6 ആണെങ്കിൽ 6 + 1 n + 1 ടേംസ് ഉണ്ടാകും. n + 1 ടേംസ് ഉണ്ടാകും. ഇമ്പോർട്ടൻ്റ് ആണ്. എ പ്ലസ് ബി ഹോൾ റൈസ് ടു n കൺസിസ്റ്റ് n + 1 ടേംസ്. എ പ്ലസ് ബി ഹോൾ റൈസ് ടു n കൺസിസ്റ്റ് n + 1 ടേംസ്. ഒരു ചോദ്യം ചോദിക്കട്ടെ. എ പ്ലസ് ബി ഹോൾ റൈസ് ടു 2n ആണ്. എ പ്ലസ് ബി ഹോൾ റൈസ് ടു 2n. ഇതുപോലെ എ പ്ലസ് ബി ഹോൾ റൈസ് ടു 10 ഉണ്ട്. എ പ്ലസ് ബി ഹോൾ റൈസ് ടു 10ന്റെ എക്സ്പാൻഷനിൽ എത്ര ടേംസ് ഉണ്ടാകും? 11 ടേംസ് ഉണ്ടാകും. എ പ്ലസ് ബി ഹോൾ റൈസ് ടു 2nന്റെ അകത്ത് എത്ര ടേംസ് ഉണ്ടാകും ഇതിന്റെ എക്സ്പാൻഷനിൽ? 2n + 1. യെസ്, വെരി ഗുഡ്. 2n + 1 ടേംസ് ഉണ്ടാകും. 2n + 1. അതെന്താണോ അതിൻ്റെ കൂടെ ഒരു 1 ആഡ് ചെയ്താൽ മതി. 10 ആണെങ്കിൽ 11. ഓക്കെ, ഇവിടെ ഞാനിവിടെ 50 എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 51 ടേംസ് ഉണ്ടാകും. ഇവിടെ ഞാൻ 2n എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പാൻഷൻ്റെ അകത്ത് 2n + 1 ടേംസ് ഉണ്ടാകും. 2n + 1 മറന്നു പോകരുത്. ഇത് എക്സാമിന് ഒരു പ്രാവശ്യം ചോദിച്ചതാണ്. നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് എ പ്ലസ് ബി ഹോൾ റൈസ് ടു 2n. നമ്പർ ഓഫ് ടേംസ് in the expansion of a plus b whole raised to 2n is dash. Answer is 2n + 1. What is number of terms in the expansion of a plus b whole raised to 2n - 1? ഇതിന്റെ എക്സ്പാൻഷൻ 2n. വെരി ഗുഡ്. 2n. ആൻസർ ഇസ് 2n. 2n - 1 വന്നാൽ +1 ചേർക്കണം. അതിൻ്റെ കൂടെ ഒരു +1 ചേർക്കുമ്പോൾ ആ മൈനസും പ്ലസും ക്യാൻസൽ ചെയ്ത് പോകും. ആൻസർ 2n വരും. നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് a plus b whole raised to 2n - 1 is 2n. ഓക്കെ, ഇതൊക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദിക്കാം. അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കണം. പവർ എന്താണോ അതിൻ്റെ കൂടെ +1 ചേർക്കാം. ഒരു ടേം എക്സ്ട്രാ വരും, ഒരു ടേം കൂടുതൽ വരും. നമ്മൾ കൂടുതലൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ നമുക്കറിയാമല്ലോ, നമ്മൾ പണ്ടേ പഠിച്ചതാണ്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, ഇവിടെ സ്ക്വയർ വരുമ്പോൾ അതിൽ 3 ടേംസ് ഉണ്ട്. അതൊന്നും ഓർത്താൽ മതി. ഇവിടെ പവർ 2 വന്നു, അതിൻ്റെ അകത്ത് 3 ടേംസ്, ഒന്ന് കൂടുതലാണ്. അത് ഓർത്താൽ മതി. നമുക്ക് ഈ ആൻസർ കണ്ടുപിടിക്കാം. പവർ എന്താണോ അതിൻ്റെ കൂടെ +1 ചേർക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെച്ചു. എ പ്ലസ് ബി ഹോൾ റൈസ് ടു n-ൻ്റെ അകത്ത് n + 1 ടേംസ് ഉണ്ടാകും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഫസ്റ്റ് ടേമിൽ എ റൈസ് ടു 6 ആണ്, പവർ 6 ആണ്. ഇനി സെക്കൻഡ് ടേമിൽ എ റൈസ് ടു 5 ഉണ്ട്, ബി റൈസ് ടു 1 ഉണ്ട്. ഈ 5 + 1 ചേർത്താൽ നമുക്ക് എന്ത് കിട്ടും? 6 കിട്ടും. എയുടെയും ബിയുടെയും പവറിൻ്റെ സം എടുക്കാം. സം ഓഫ് പവേഴ്സ് ഓഫ് എ ആൻഡ് ബി. 5 + 1 = 6. അടുത്ത ടേം നോക്കിയേ, എ റൈസ് ടു 4 ബി സ്ക്വയർ ഉണ്ട്. അവിടെ 4 + 2 എടുക്കുമ്പോൾ എന്ത് കിട്ടും? 6 ആണ് കിട്ടുന്നത്. അതുപോലെ ഇവിടെ എ ക്യൂബ് ബി ക്യൂബ് 3 + 3 6 കിട്ടും. ഓക്കെ, സം ഓഫ് ഇൻഡീസസ് ഓഫ് എ ആൻഡ് ബി ഈസ് ഈക്വൽ ടു 6. 2 + 4 അടുത്ത ടേമിൽ 2 + 4 6. ഇവിടെ 1 + 5 6. ഇവിടെ 6 ആണ്. 6 + 0 6 ആണ്. അപ്പോൾ ഈ പവർ ആഡ് ചെയ്യുമ്പോൾ, എ ബിയുടെ പവേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും. അതും കൂടി നമ്മൾ മനസ്സിൽ വെക്കണം. എ പ്ലസ് ബി ഹോൾ റൈസ് ടു n-ൻ്റെ എക്സ്പാൻഷനിൽ എ പ്ലസ് ബി ഹോൾ റൈസ് ടു n-ൻ്റെ എക്സ്പാൻഷൻ എടുക്കുമ്പോൾ ഇതിൻ്റെ എക്സ്പാൻഷനിൽ എയുടെ പവറും ഇവിടെ എന്താണോ ഉള്ളത് ബിയുടെ പവർ എന്താണോ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ n കിട്ടണം. അതും കൂടി നമ്മൾ ഓർത്ത് വെക്കണം. അപ്പോൾ നമ്മൾ എ പ്ലസ് ബി ഹോൾ റൈസ് ടു 6-നെ ഞാൻ ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. തൊട്ട് മുന്നേ നമ്മൾ ചെയ്തു, എന്നാൽ ഒന്നും കൂടി നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. എ പ്ലസ് ബി ഹോൾ റൈസ് ടു 6 എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് കോയിഫിഷ്യൻസ് ബൈ ഹാർട്ട് അടിക്കാൻ നിൽക്കരുത്. നമുക്ക് പാസ്കൽസ് ട്രയാങ്കിൾ മതി. 1 1
121, 1331, 14641, 1510 10 5 1, 16 15 20 15 6 1. ഓക്കെ, കിട്ടിയല്ലോ, കോയിഫിഷ്യൻസ് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ടേമിൽ a⁻6 ഉണ്ടാകും. ഓക്കെ, ഈ 6 ഇവിടുത്തെ ഈ പവർ തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം a⁻6 എഴുതണം. ഇവിടെ എയുടെ പവർ ഒന്ന് കുറയും. ഓക്കെ, എയുടെ പവർ 1 വെച്ച് കുറയും. അപ്പോൾ ഇവിടെ 6 വരണമെങ്കിൽ b⁻1 വരണം. അതാണ് b എന്ന് എഴുതുന്നത്. a⁵5 b⁻1. അടുത്ത കോയിഫിഷ്യൻറ്റ് 15 ആണ്. 15 എഴുതും. എയുടെ പവർ 1 കുറക്കണം. a⁴ എഴുതി കഴിഞ്ഞാൽ b⁻2 എഴുതണം. 4 + 2 ആണ് 6 ആവുന്നത്. അടുത്ത കോയിഫിഷ്യൻറ്റ് 20 ആണ്. അവിടെ 20 എഴുതണം. എയുടെ കോയിഫിഷ്യൻറ്റ് 1 കുറക്കണം. ബിയുടേത് 6 വരുന്ന പോലെ, സം 6 വരുന്ന പോലെ എഴുതണം. അടുത്ത ടേം കോയിഫിഷ്യൻറ്റ് 15 ആണ്. കോയിഫിഷ്യൻറ്റ് 15 എഴുതണം. a⁻1 കുറയും, 2 വരും, b⁻4 വരും. കോയിഫിഷ്യൻറ്റ് 6 ആണ്. a വരും, b⁻5 ആണ് വരുന്നത്. ലാസ്റ്റ് ടേം b⁻6 ആണ്. ഇങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ശരിക്കും മനസ്സിലാക്കിയിട്ട് പഠിക്കണം. ഇതിൽ ബൈ ഹാർട്ട് അടിക്കാനൊന്നുമില്ല. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചാലേ. പാസ്കൽസ് ട്രയാങ്കിൾ ഉപയോഗിക്കുക. നമുക്ക് a+b⁻6 ആണെങ്കിൽ ഈ 6 വരെയുള്ള റോ എഴുതണം. കോയിഫിഷ്യൻസ് കിട്ടും. പിന്നെ എയുടെ പവർ 1 വെച്ച് കുറഞ്ഞുകൊണ്ട് പോകും, ബിയുടെ പവർ 1 വെച്ച് കൂടിക്കൊണ്ട് പോകും. പിന്നെ നമ്മൾ ഓർക്കേണ്ടത് എ ബിയുടെ ഇൻഡീസസ് ആഡ് ചെയ്യുന്ന സമയത്ത്, എ ബിയുടെ പവേഴ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് 6 വരണം. ഈ ഇൻഡെക്സ് തന്നെ വരണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് a-b വന്നാൽ എന്താവും എന്നുള്ളതാണ്. a-b ടേംസ് വരുന്നത്. ഇത് എക്സ്പാൻഡ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. a+-b എടുക്കണം ഹോൾ സ്ക്വയർ. ഈ പ്ലസ് മൈനസ് ചേർത്തിട്ട് ഈ മൈനസ് തന്നെ വരും. പ്ലസ് ഇൻറ്റു മൈനസ് ഇസ് മൈനസ്. അപ്പോൾ ഇവിടെ മൈനസ് വരുമ്പോൾ a+-b² ആയിട്ട് എടുക്കാം. a² +2 × a × -b +-b ഹോൾ സ്ക്വയർ. a+b² അകത്ത് a+b² എക്സ്പാൻഷൻ നമുക്കറിയാം. തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. a² + 2ab + b². ഇതാണ് a+b². ഈ b ഉള്ള സ്ഥലത്ത് -b കൊടുത്തേക്കണം. 2ab b ഉണ്ടായിരുന്നു, അവിടെ -b എഴുതണം. b² ഉള്ള സ്ഥലത്ത് -b² എഴുതണം. അപ്പോൾ ഇവിടെ a² വരും. ഈ പ്ലസ് ഇൻറ്റു ഇവിടുത്തെ ഈ മൈനസ് ചേർന്നിട്ട് സെക്കൻഡ് ടേം മൈനസ് വരും. -2ab മൈനസിൻ്റെ സ്ക്വയർ ആണ്. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, ഇവിടെ പ്ലസ് വരും. സോ a-b² = a² - 2ab + b². ഇതുപോലെ a-b³ വരുന്നത് a³ - 3a²b + 3ab² - b³ ആണ്. ശ്രദ്ധിക്കണേ, ഞാൻ ടേംസ് എങ്ങനെ എഴുതുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചോളൂ. അടുത്തത് a⁴ - 4a³ + 6a²b², ഓക്കെ, -4ab³ + b⁻4. a⁻4 a³ a²a a⁻0 b b² b³ b⁻4 വരും. കോയിഫിഷ്യൻസ് 1 4 6 4 1 വരും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മൈനസ് എങ്ങനെ വരുന്നുണ്ട്. പ്ലസ് മൈനസ് പ്ലസ്, പ്ലസ് മൈനസ് പ്ലസ് മൈനസ്. ഓക്കെ, പ്ലസ് മൈനസ് പ്ലസ് മൈനസ്, ഇതുപോലെ പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. ഓൾട്ടർനേറ്റീവ്ലി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടേംസ് അങ്ങനെ വരുന്നത്. പ്ലസ് മൈനസ് പ്ലസ് ഇങ്ങനെ വരുന്നത്. ഓൾട്ടർനേറ്റീവ്ലി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടേംസ്. ഫസ്റ്റ് ടേം പോസിറ്റീവ്, സെക്കൻഡ് ടേം നെഗറ്റീവ്, തേർഡ് ടേം പോസിറ്റീവ്. ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യും. പ്ലസ് മൈനസ് പ്ലസ്, അങ്ങനെയാണ് ടേംസ് വരുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകം ബൈ ഹാർട്ട് അടിക്കേണ്ട കാര്യമില്ല. ഈ ഒരു കാര്യം കൂടി ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ a-b² a-b³ ഒക്കെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. എന്ത് ചെയ്യണം? പ്ലസ് മൈനസ് പ്ലസ്, അങ്ങനെയാണ് പോകുന്നത്. ഇതാണ് ബ്ലെയ്സ് പാസ്കൽ. ഓക്കെ, പാസ്കൽസ് ട്രയാങ്കിൾ നമ്മൾ പഠിച്ചല്ലോ നേരത്തെ. അത് കണ്ടുപിടിച്ച മാത്തമാറ്റീഷ്യനാണ് ബ്ലെയ്സ് പാസ്കൽ. ബ്ലെയ്സ് പാസ്കൽ 17ാമത്തെ വയസ്സിൽ കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചു. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന കാൽക്കുലേറ്റർ ഇല്ലേ, അത് അദ്ദേഹം 17ാമത്തെ വയസ്സിൽ, ഓക്കെ, നിങ്ങൾ +1 ഒക്കെ പഠിക്കുന്ന സമയമില്ലേ, ആ സമയത്ത് അദ്ദേഹം കാൽക്കുലേറ്റർ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചു. എന്താ കാരണം എന്നറിയാവോ? കാൽക്കുലേറ്റർ കണ്ടുപിടിക്കേണ്ട കാരണം ആ കഥ കേട്ടിട്ടുണ്ടോ നിങ്ങൾ?
No, ma'am. പാസ്കലിന്റെ ഫാദർ രാജാവിന്റെ ടാക്സ് കളക്ടർ ആയിരുന്നു. പണ്ടത്തെ കാലത്ത് രാജഭരണമായിരുന്നല്ലോ. അപ്പം അന്നേരം രാജാവിന്റെ കീഴിൽ ടാക്സ് കളക്ട് ചെയ്യുന്ന പണിയായിരുന്നു പാസ്കലിന്റെ അച്ഛനുണ്ടായിരുന്നത്. അപ്പം ഈ രാജ്യം എന്ന് പറയുമ്പോൾ ഒരുപാട് ടാക്സ് കിട്ടുന്ന ഒരു സംഭവമാണ്. ഓക്കെ, ആ രാജ്യത്തിലത്തെ എല്ലാ ആൾക്കാരെയും ടാക്സ് കളക്ട് ചെയ്യണം, അത് കാൽക്കുലേറ്റ് ചെയ്യണം. അത് വലിയൊരു ഭാരിച്ച പണിയായിരുന്നു അദ്ദേഹത്തിന്. പാസ്കൽ ചെറുതുണ്ടാകുമ്പോൾ തന്നെ അമ്മ മരിച്ചു. ഇപ്പം ഈ അച്ഛനാണ് എല്ലാം നോക്കി നടത്തുന്നുണ്ടായിരുന്നേ. അച്ഛനായിരുന്നു എല്ലാം ചെയ്തുകൊണ്ടുണ്ടായിരുന്നേ. അപ്പം അതിൻ്റെ കൂടെ ഈ ടാക്സിൻ്റെ കാൽക്കുലേഷൻ എല്ലാം ചെയ്യണം. അപ്പോൾ പാസ്കലിന് അച്ഛൻ്റെ കഷ്ടപ്പാട് കണ്ട് വിഷമം തോന്നി. ഇപ്പം രാത്രിയൊക്കെ ഇരുന്നാണ് ഈ കാൽക്കുലേഷനൊക്കെ ചെയ്യുന്നേ. അപ്പം അതുകൊണ്ട് പാസ്കൽ എന്ത് ചെയ്തു, ഒരു കാൽക്കുലേറ്റർ അങ്ങ് കണ്ടുപിടിച്ചു. അതാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാൽക്കുലേറ്റർ. കണ്ടുപിടിച്ചത് 17ാമത്തെ വയസ്സിലാണ്. ചെറുതിലെ ഭയങ്കര ബ്രൈറ്റ് ആയിരുന്നു. ഇനി പാസ്കൽസ് ട്രയാങ്കിൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. 1 1 1 1 2 1 1 3 3 1 1 4 6 4 1. ഇവിടെ വരെ മാത്രമേ ഞാനിപ്പോൾ എഴുതുന്നുള്ളൂ. നമ്മൾ കോമ്പിനേഷൻസ് പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. NCR ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ r ഫാക്ടോറിയൽ n minus r factorial. NCR is n factorial divided by r factorial into n minus r factorial. ഇനിയിപ്പോൾ ഞാനിവിടെ കുറച്ച് കോമ്പിനേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. 4C0, 4C1, 4C2, 4C3, 4C4 ഈ വാല്യൂസാണ് ഞാനിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. 4C0ൻ്റെ വാല്യൂ 1 ആണ്. കാരണം നമ്മൾ NP0 പഠിച്ചിട്ടുണ്ട്. NP0 നമ്മൾ പഠിച്ചിട്ടുണ്ട് NC0 is equal to 1. അല്ലെങ്കിൽ നമുക്കിത് ഡയറക്റ്റ് കണ്ടുപിടിക്കാം. 4C0 is 4 factorial, R is 0, 0 factorial, n minus r, that is 4 minus 0, 4 minus 0 factorial. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ? 1. 4 minus 0 is 4 factorial. 1 into 4 factorial. അപ്പോൾ ഈ 4 factorialum 4 factorialum 4 factorial ക്യാൻസൽ ചെയ്ത് പോകും. നമുക്ക് 1 എന്ന് കിട്ടും. 4C0 equal to 1. അടുത്തത് 4C1, 4 factorial divided by 1 factorial, 4 minus 1 factorial, that is 4 factorial divided by 1 factorial 1 ആണ്. പിന്നെ ഇവിടെ 3 factorial വരും. 3 factorial. ഇപ്പോൾ 4 factorial എന്ന് പറയുമ്പോൾ 1 into 2 into 3 into 4 ഉണ്ട്. ഇവിടെ 1 into 2 into 3 ഉണ്ട്. ആ 3 ടേംസ് ക്യാൻസൽ ചെയ്ത് പോയിട്ട് ആൻസർ വരുന്നത് 4 ആണ്. സോ 4C1 equal to 4. ഇനി 4C2 കണ്ടുപിടിക്കാൻ പോവാണ്. 4 factorial divided by 2 factorial, 4 minus 2 factorial, that is 4 factorial divided by 2 factorial, 2 factorial. അപ്പോൾ ഈ 2 factorial ഇവിടുന്ന് ക്യാൻസൽ ചെയ്താൽ 1 into 2 ക്യാൻസൽ ചെയ്ത് പോകും. 3 into 4 divided by 2 factorial 2. Again 2 ക്യാൻസൽ ചെയ്യാം. 3 into 2 6 വരും. സോ 4C2 equal to 6. 4C3, 4 factorial divided by 3 factorial, 4 minus 3 factorial. അപ്പോൾ ഇവിടെ നോക്കിയേ 4 factorial, 3 factorial, 1 factorial ഉണ്ട്. ഇവിടുന്ന് ഈ 3 factorial ക്യാൻസൽ ചെയ്യാം. 4 വരും. 1 factorial 1 ആണ്. 4 എന്ന് ആൻസർ കിട്ടും. 4P4 നമുക്കറിയാം അത് 1 ആണ്. അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ഈ 4 factorial ക്യാൻസൽ ചെയ്ത് പോകും. 0 factorial വാല്യൂ 1 ആണ്. 1 by 1 1 എന്ന് കിട്ടും. അപ്പോൾ എനിക്ക് കിട്ടിയ വാല്യൂസ് ഒന്ന് ശ്രദ്ധിച്ചേ. 1 4 6 4 1 ആണ്. അതാണ് ഈ കോയിഫിഷ്യൻസ്. 1 4 6 4 1. ഈ ആദ്യത്തെ 1ന് പകരം എനിക്ക് എങ്ങനെ എഴുതാം? 4C0 എന്ന് എഴുതാം. ഈ 4ന് പകരം ഇവിടെ ഇരിക്കുന്ന ഈ 4ന് പകരം എനിക്കതിനെ 4C1 എന്ന് എഴുതാം. 6ന് പകരം 4C2 എന്ന് എഴുതാം. ഈ 4ന് പകരം എനിക്കതിനെ 4C3 എന്ന് എഴുതാം. ഈ 1നെ എനിക്ക് 4C4 എന്ന് എഴുതാം. അതായത് പാസ്കൽസ് ട്രയാങ്കിളിൻ്റെ ഈ റോയിലെ എലമെൻസിനെ എനിക്ക് കോമ്പിനേഷൻ ബൈനോമിയൽ കോയിഫിഷ്യൻസ് എന്ന് പറയും. NCRനെ ബൈനോമിയൽ കോയിഫിഷ്യൻസ് എന്ന് പറയും. NCR ഇസ് ഓൾസോ നോൺ ആസ് ബൈനോമിയൽ കോയിഫിഷ്യൻസ്. കാരണം എന്താ? ഇതുപോലെ വരുന്നത് കൊണ്ടാണ്. 1ന് പകരം എങ്ങനെ എഴുതാം? 4C0 എന്ന് എഴുതാം. 4C0, 4C1, 4C2, 4C3, 4C4 ബൈനോമിയലിൻ്റെ എക്സ്പാൻഷൻ്റെ അകത്ത് വരുന്ന കോയിഫിഷ്യൻസിനെ A+B⁴ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വരുന്ന കോയിഫിഷ്യൻസ് 1 4 6 4 1 ആണ്.
അതിനെ ഇതുപോലെ NCRന്റെ ഫോമിലേക്ക് എഴുതാൻ പറ്റും. സോ ദിസ് terms are known as binomial coefficients. 4C0, 4C1, 4C2, 4C3, 4C4. ഇനി ഈ റോവിലെ എലമെന്റ്സിനെ നോക്കിക്കൊള്ളു എങ്ങനെ എഴുതുന്നതെന്ന്. 4 വരുമ്പോൾ 4C0, 4C1, 4C2, 4C3 ഇങ്ങനെ എഴുതും. 3 വരുമ്പോൾ n3 വരുന്ന റോ ആണിത്. n3 വരുമ്പോൾ കോയിഫിഷ്യൻസ് വരുന്നത് 3C0, 3C1, 3C2, 3C3. n2 വരുമ്പോൾ വരുന്ന കോയിഫിഷ്യൻസ് 2C0, 2C1, 2C2. ഇവിടെ 1C0, 1C1. ഓക്കെ, 1C0, 1C1 ഇങ്ങനെയാണ് കോയിഫിഷ്യൻസ് വരുന്നത്. ഓക്കെ, ലാസ്റ്റ് വൺ മുകളിലിരിക്കുന്നത് 0C0. ഇതാണ് പാസ്കൽസ് ട്രയാങ്കിൾ. നമുക്ക് ഇതുപോലെയും എഴുതാം. 0C0, സെക്കൻഡ് റോ 1C0, 1C1, 2C0, 2C1, 2C2, 3C0, 3C1, 3C2, 3C3, 4C0, 4C1, 4C2, 4C3, 4C4. ഇതാണ് കോയിഫിഷ്യൻസ്. അങ്ങനെയാണെങ്കിൽ a+b⁴n അകത്ത് a+b⁴n എക്സ്പാൻഷനിൽ വരുന്ന കോയിഫിഷ്യൻസ് എങ്ങനെ ഉണ്ടാകും? ഈ എഴുതിയിരിക്കുന്നത് a+b⁴ വരുന്ന കോയിഫിഷ്യൻസ് ആണ്. a+b⁴ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വരുന്ന കോയിഫിഷ്യൻസ് 4C0, 4C1, 4C2, 4C3, 4C4. അങ്ങനെയാണെങ്കിൽ a+b⁴n എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 4, ഈ 4ന് പകരം n ഉണ്ട്. 4ന് പകരം n വന്നാൽ കോയിഫിഷ്യൻസ് വരുന്നത് എങ്ങനെയായിരിക്കും? പറഞ്ഞോളൂ. 4ന് പകരം n, കോയിഫിഷ്യൻസ് വരുന്നത് ഇങ്ങനെയാണ്. 4 വന്നാൽ a+b⁴ വന്നാൽ 4C0, 4C1, 4C2, 4C3, 4C4 ആണ്. a+b⁴n വരുമ്പോൾ nC0, nC1, nC2, nC3 എക്സെട്ര nCn വരും. ഇനി ഒന്ന് ശ്രദ്ധിക്കണേ, ആദ്യത്തെ ടേമിൽ a⁴n ഉണ്ടാവും. മാക്സിമം പവർ എക്ക് വരും. എയുടെ പവർ n വരും. a+b⁴ a⁴ ആണ് ഫസ്റ്റ് ടേം വരുന്നത്. അപ്പോൾ ഇവിടെ a⁴n ഉണ്ടാകും. അടുത്ത ടേമിൽ ഒന്ന് കുറയണം, a⁻n−1, a⁻n−2, a⁻n−3 ഒന്ന് കുറഞ്ഞുകൊണ്ട് പോകും. അവസാനത്തെ ടേമിൽ a ഇല്ല, a⁻0 ആണ്. ഇനി ആദ്യത്തെ ടേമിൽ b⁻0 അത് എഴുതേണ്ട ആവശ്യമില്ല, b ഇല്ല അവിടെ, b⁻0 ആണ്. രണ്ടാമത്തെ ടേമിൽ b വരും. ഈ n−1ഉം 1ഉം ആഡ് ചെയ്യുമ്പോൾ n കിട്ടണം. n−1 + 1 is n. അടുത്ത ടേമിൽ a⁻n−2 ഉണ്ട്, അവിടെ b² ഉണ്ടാകും. a⁻n−2, ഈ -2നെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 അവിടെ എഴുതണം. അടുത്തത് nC3, a⁻n−3 b⁻3 ഉണ്ടാകും. ഓക്കെ, n−3 + 3cn എക്സെട്ര nCn b⁻n. ഇതാണ് നമ്മുടെ ബൈനോമിയൽ തിയറം. ഓക്കെ, നമ്മൾ തന്നെ ഉണ്ടാക്കിയല്ലോ ഇത്. തിയറം നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നതൊന്നുമല്ല, നിങ്ങൾ തന്നെ ഇപ്പോൾ കണ്ടുപിടിച്ച ഒരു തിയറമാണ്. നമ്മളിത് ജനറലൈസ് ചെയ്തു. 4 a+b⁴ നോക്കിയിട്ട് അതുപോലെ 4ന് പകരം n കൊടുത്തപ്പോഴും നമുക്ക് ഒരു എക്സ്പാൻഷൻ കിട്ടി. ഇതാണ് ബൈനോമിയൽ തിയറം. സോ ഫോർ എ പോസിറ്റീവ് ഇൻറ്റീജർ n, we have a+b⁴n is nC0 a⁻n plus nC1 a⁻n−1b plus nC2 a⁻n−2b² plus nC3 a⁻n−3b³ plus etc. plus nCn b². ഇതാണ് ബൈനോമിയൽ തിയറം. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെച്ചേക്കണം. ഫോർ എനി പോസിറ്റീവ് ഇൻറ്റീജർ n, a+b⁴n equal to nC0 a⁻n plus nC1 a⁻n−1b plus nC2 a⁻n−2b² plus nC3 a⁻n−3b³ plus etc. ഇടണം plus etc. plus nCn b²n. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ഓക്കെ, ഇത് എവിടെയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത് വെച്ചാൽ, എനിക്കിപ്പോൾ a+b⁴12 കണ്ടുപിടിക്കണം. a+b⁴12 കണ്ടുപിടിക്കണം. ഞാൻ പാസ്കൽസ് ട്രയാങ്കിൾ ഉപയോഗിക്കാൻ പോയി കഴിഞ്ഞാൽ
ഇത് ഒരുപാട് എഴുതണം അല്ലേ? 1 1 1 1 2 1 1 3 3 1 എവിടം വരെ എഴുതണം? n 12 വരെ എഴുതണം. ഞാനിപ്പോൾ n 3 വരെ ഉള്ളൂ. 1 4 6 4 1 n 4 എത്തി. അപ്പോൾ ഞാൻ എവിടം വരെ എഴുതണം? n 12 വരെ. ഇനിയിപ്പോൾ എനിക്ക് a പ്ലസ് ബി ഹോൾ റേസ് ടു 20 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ എക്സ്പാൻഷൻ കണ്ടുപിടിക്കണം. അതിൽ ഏതോ ഒരു ടേം കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ പാസ്കൽസ് ട്രയാങ്കിൾ 20 വരെ എഴുതേണ്ടി വരും. സമയം പോലെ ഒരുപാട് കുറേ റോ എഴുതണ്ടേ. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? ബൈനോമിയൽ തിയറം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ എ പ്ലസ് ബി ഹോൾ റേസ് ടു 4 എ പ്ലസ് ബി ഹോൾ റേസ് ടു 5 ഒക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് പാസ്കൽസ് ട്രയാങ്കിൾ ഉപയോഗിക്കാം, പെട്ടെന്ന് കിട്ടും. പക്ഷേ ഈ ഇൻഡെക്സ് വലുതാണ് തോറും, ഈ ഇൻഡെക്സ് വലിയൊരു നമ്പർ വന്നു കഴിഞ്ഞാൽ പാസ്കൽസ് ട്രയാങ്കിൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം നഷ്ടമാകും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ബൈനോമിയൽ തിയറമാണ്. ബൈനോമിയൽ തിയറം a plus b whole raised to n equal to nc0 a raised to n plus nc1 a raised to n minus 1b plus nc2 a raised to n minus 2b square plus nc3 a raised to n minus 2b cube plus etc. ncn b raised to n. nc0 nc1 nc2 ഇങ്ങനെയാണ് കോയിഫിഷ്യൻസ് പോകുന്നത്. a raised to n എയുടെ പവർ 1 കുറയണം. a raised to n minus 1 a raised to n minus 2 a raised to n minus 3 etc. a raised to 0. ആദ്യത്തെ ടേമിൽ ബി റേസ് ടു 0 ബി റേസ് ടു 1 ബി റേസ് ടു 2 ബി റേസ് ടു 3 എക്സെട്ര ബി റേസ് ടു n. അങ്ങനെയാണ് ബിയുടെ കോയിഫിഷ്യൻസ് പോകുന്നത്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൈനോമിയൽ തിയറം പെട്ടെന്ന് കിട്ടും. ഓക്കെ.